ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2024 റിലീസിനെത്തിയ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴും OTT റിലീസായിട്ടില്ല. നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കാത്തിരിപ്പ് വരാമോട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നിരവധി ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുകയാണ്. ബസൂക്ക, ബൾട്ടി അടക്കം നിരവധി ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രമെത്തി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ബൾട്ടി എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി ശിവലിംഗൻ ഡയറക്ട് ചെയ്ത ചിത്രം മലയാളത്തിനും തമിഴിലുമായിട്ടായിരുന്നു ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം ആദ്യം അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയ ചിത്രം മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം എത്തിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായിരുന്നു. വിനയ് ഗോവിന്ദ് ഡയറക്ട് ചെയ്ത ചിത്രത്തിൽ ഉണ്ണിമുകുന്ദനോടൊപ്പം തന്നെ നിഖില വിമലും കേന്ദ്ര കഥാപാത്രമെത്തിയിട്ടുണ്ടായിരുന്നു. മികച്ചൊരു ഫീൽ ഗുഡ് എന്റർടൈനറായിട്ട് മാറിയ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴത്തെ മനോരമ മാക്സ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം ലാസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് നന്ദമൂരി ബാലകൃഷ്ണ കേന്ദ്ര കഥാപാത്രമെത്തിയ അഖണ്ഡ 2 താണ്ഡവം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 9 തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കന്നഡ ചിത്രമായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. കിച്ച സുദീപ് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രമായിരുന്നു മാർക്ക് എന്ന് പറയുന്ന സിനിമ. ഡിസംബർ റിലീസായിട്ട് തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിജയ് കാർത്തികേയനായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഈ വരുന്ന ജനുവരി മാസം ലാസ്റ്റ് ഈ സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഷമ്മി തിലകൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം നവാഗതനായ ജയൻ നമ്പിയാരായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം തന്നെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു നെല്ലികാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമ. മാത്യുവിനോടൊപ്പം തന്നെ യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായത്. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മനോരമ മാക്സ് ഈ വരുന്ന ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടുകൂടി തന്നെ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുകയെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കുങ്കി 2 എന്ന് പറയുന്ന സിനിമ. പ്രഭു സോളമൻ അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ മതി, അർജുൻ ദാസ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയില്ലെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൈം വീഡിയോസ് വഴി കുങ്കി 2 എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 മമ്മൂട്ടി ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ബസൂക്ക എന്ന് പറഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സിനായിട്ടാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നീസ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. C5 നേരത്തെ തന്നെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇതുവരെ സ്ട്രീമിംഗ് നടത്തിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് 2025 തുടക്കത്തിൽ തന്നെ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി പ്രതിനായക വേഷത്തിലെത്തിയ ചിത്രത്തിൽ വിനായകനായിരുന്നു നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 85 കോടി പിന്നിട്ട ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറി. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് ചിത്രത്തിന് ഈ വരുന്ന ജനുവരി മാസം ആദ്യം തന്നെ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ OTT വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമയുടെ OTT റിലീസിന് വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.